നമുക്ക് ഹെൽത്തി ആൻഡ് സിമ്പിൾ ആയിട്ട് പാസ്ത ഉണ്ടാക്കിയത് ഞാൻ എടുത്തിരിക്കുന്ന വീറ്റ് പാസ്തയാണ്. കുറച്ച് വെള്ളം എടുക്കുക, വീറ്റ് പാസ്തേനെ നമുക്ക് വെള്ളത്തോട്ട് ഒഴിക്കാം, കുറച്ച് ഒലിവ് ഓയിൽ, ഉപ്പ്, പിന്നെ അതിനെ കുക്ക് ചെയ്യണം. അതിൻ്റെ കൂടെ നമ്മൾ മൂന്ന് ഷേപ്പിൽ കട്ട് ചെയ്ത് ഹാഫ് മൂൺ ഷേപ്പിൽ കട്ട് ചെയ്ത തക്കാളി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു തക്കാളിയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കൂടെ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയാണ് എടുക്കുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്ന വലിയ വെളുത്തുള്ളിയാണ്, അതുകൊണ്ട് ഞാനൊരു 3 വെളുത്തുള്ളിയാണ് എടുക്കുന്നത്. ചെറിയ വെളുത്തുള്ളിയാണെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി. ഇപ്പോൾ വലിയ വെളുത്തുള്ളിയാണ് നമ്മൾ 3 എടുക്കുന്നത്. ഇനി നമ്മൾ ആ സമയം ഈ പാസ്ത വെന്ത് വന്നിട്ടുണ്ട്. ആ പാസ്ത നമ്മൾ ഡ്രെയിൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പാൻ വയ്ക്കുക, അതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിക്കുക. നമ്മൾ ഹാഫ് മൂൺ ഷേപ്പിലുള്ള തക്കാളി എടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളി വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ട് വഴറ്റണം. ഒന്ന് വഴണ്ട് വരട്ടെ തക്കാളി. ഈ ഏകദേശം വഴണ്ടുന്ന തക്കാളിയിട്ട് നമുക്ക് കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കുറച്ച് താളിപ്പ് എടുക്കണം. കുറച്ച് വെളുത്തുള്ളി എന്നിട്ട് ഇട്ട് കൊടുക്കാം. കൂടെ നമ്മൾ പാച്ചിലേക്ക് കൂടിയിട്ട് നല്ലോണം ഉടച്ച് എടുക്കുന്നത്. കുത്തി കുത്തി ഉടച്ച് നമുക്ക് എടുക്കാം. ഇനി അത് കഴിഞ്ഞ ശേഷം ആ തക്കാളി വേണ്ടതിന് ശേഷം ആ മിക്സറിനെ ഒരു മിക്സിയിലോട്ട് നല്ല പേസ്റ്റ് ആയിട്ട് അടിച്ചെടുക്കണം. അതിൻ്റെ കൂടെ ആ സമയത്ത് തന്നെ പാൻ വെച്ച് വെളിച്ചെണ്ണ ആ ടൈമിൽ തന്നെ അതേസമയം പാൻ വെച്ച് പാൻ്റെ ഒലിവ് ഓയിൽ ഒഴിച്ച് അതിൻ്റെ കൂടെ ഗാർലിക് ആഡ് ചെയ്ത് നമ്മൾ അരച്ച പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് അതിൻ്റെ കൂടെ കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി മുളക് പൊടിയും ഒറിഗാനോ പൗഡറും കുറച്ച് ഉപ്പും കൂടിയിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. നല്ലോണം നടക്കണം. ജസ്റ്റ് നമ്മൾ ചൂടായി വരുന്ന സമയത്ത് സോഡം ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചാൽ പാസ്ത എടുത്ത് അതിനകത്ത് നല്ലോണം മിക്സ് ചെയ്ത് ഡ്രൈ ആക്കി എടുക്കണം. എന്നിട്ട് ഡ്രൈ ആകുന്ന പാസ്ത നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാം. ഇത് ഭയങ്കര എളുപ്പമാണ്, ഹെൽത്തിയാണ്. ഡു ട്രൈ ദിസ് ആൻഡ് കമന്റ്.